morning students. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് സബ്ജക്റ്റ് ഇംഗ്ലീഷ്. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ സൗണ്ട് ഇ സൗണ്ട് പഠിച്ചു ഇല്ലേ? ഓർമ്മയുണ്ടോ എല്ലാവർക്കും നമ്മൾ ഈ സൗണ്ട് പഠിച്ചത്? അപ്പോൾ നമ്മൾ ഈ ദിവസം ഇന്ന് എന്താ പഠിക്കുന്നതെന്ന് അറിയാവോ? നമ്മൾ ഐ സൗണ്ടാണ് പഠിക്കുന്നത്. ഏതാണ്? ഐ. ദിസ് ഐ സൗണ്ട്. ഓക്കെ, ആദ്യം നോക്കിയേ. ഇറ്റ്, സോറി, ഇപ്, ഇറ്റ്, ഇഗ്, ഇം, ഇൻ, ഇപ്. വൺസ് അഗെയിൻ. ഇപ്, ഇഡ്, ഇഗ്, ഇം, ഇൻ, ഇപ്. ഇനി നോക്കാം വേർഡ്സ്. ഇബ്, ബിഡ്, ബിബ്, നിബ്, റിബ്, ഫിബ്. വൺസ് മോർ. ബിബ്, നിബ്, റിബ്, ഫിബ്. ഇഡ്, ഡിഡ്, ഹിഡ്, കിഡ്, ലിഡ്. ഇഗ്, ബിഗ്, ഡിഗ്, ഫിഗ്, ജിഗ്. ഇം, ഹിം, ഡിം, റിം, സിം. ഇൻ, ബിൻ, പിൻ, ടിൻ, വിൻ. ഇപ്, ഡിപ്, ഹിപ്, ലിപ്, സിപ്പ്. These are the I sound. ഒന്നും കൂടി വായിക്കാം. ബിബ്, നിബ്, റിബ്, ഫിബ്, ഡിഡ്, ഹിഡ്, കിഡ്, ലിഡ്, ബിഗ്, ഡിഗ്, ഫിഗ്, ജിഗ്. ഹിം, ഡിം, റിം, സിം, ബിൻ, പിൻ, ടിൻ, വിൻ, ഡിപ്, ഹിപ്, ലിപ്, സിപ്പ്. ഓക്കെ, ഇനി നോക്കിയേ നെക്സ്റ്റ് പേജിൽ. റീഡ്. ദ ലിഡ് ഈസ് ഓൺ ദി ടിൻ. ദ ലിഡ് ഈസ് ഓൺ ദി ടിൻ. ദ പിഗ് ഹിറ്റ് ഓൺ ദി ബിൻ. ദ പിഗ് ഹിറ്റ് ഓൺ ദി ദ പിഗ് ഹിറ്റ് ഇൻ ദി ബിൻ. ദ പിൻ ഈസ് ഓൺ ദി സിപ്പ്. ദ പിൻ ഈസ് ഓൺ ദി സിപ്പ്. ദ ബിബ് ഈസ് ബിഗ്. The bib is big. Okay, so take next page. എന്താ ചെയ്യണ്ടേ? Write I and read the words. You write I in the middle and read the words. Did, him, hip, big, win, hit, bit, sit, fit, tin, dim, big. Okay, so this is your homework. And next, the sound O. The sound O. Look. Op, ot, og, out, op, ox. Once more. Op, ot, og, ot, op, ox. Read the words. Job, rob, saw. Ot, not, pot, road. Road. Dog, fork, jog, log, cog. Dot, cot, hot, not, pot. Hop, mop, top. Ox, box, fox. ഓക്കെ, ഇനി ഇതിൻ്റെ ആക്ടിവിറ്റി എന്താ? നമുക്ക് റീഡ് ചെയ്താലോ ആദ്യം. ദ ബോക്സ് ഈസ് ഓൺ ദ കോട്ട്. ദ ബോക്സ് ഈസ് ഓൺ ദി കോട്ട്. ദ ഡോഗ് ഹാസ് എ റോഡ്. ഈ വടി കണ്ടോ? ദ റോഡ് ഹാസ് എ റോഡ്. റോഡ് മീൻസ് ഒരു സ്റ്റിക്ക്, വടി എന്നുള്ള ഒരു അർത്ഥത്തിലാണ്. The pot is hot. The fox is on the log. The fox is on the log. Next, write O and read the words. Job, rob, soap, not, fork, hop, pot, dot, rod, hot, fox. Okay, that's all. Thank you. Hi students. അപ്പോൾ നമുക്കിനി മാത്സ് പഠിക്കാം. അപ്പോൾ മാത്സിൽ എന്താ പഠിക്കേണ്ടത്? ഇപ്പോൾ ടീച്ചർ പഠിപ്പിക്കാൻ പോകുന്നത് പുതിയൊരു ടോപ്പിക്കാണ്. ബിഫോർ, ആഫ്റ്റർ, ബിറ്റ്വീൻ. എല്ലാവരും ടീച്ചറിൻ്റെ കൂടെ പറഞ്ഞേ. ബിഫോർ, ആഫ്റ്റർ, ബിറ്റ്വീൻ. വൺസ് മോർ. ബിഫോർ, ആഫ്റ്റർ, ബിറ്റ്വീൻ. അപ്പോൾ എന്താ ബിഫോർ? നോക്കിയേ. ദ ഡിയർ ഈസ് ബിഫോർ ദ ലൈൻ. അപ്പോൾ ബിഫോർ എന്ന് പറഞ്ഞാൽ മുന്നേ. ബിഫോർ എന്ന് പറഞ്ഞാൽ എന്താണ്? മുന്നേ. ആഫ്റ്റർ എന്ന് പറഞ്ഞാലോ അത് കഴിഞ്ഞിട്ട്. മനസ്സിലായോ? ബിഫോർ എന്ന് പറഞ്ഞാൽ മുന്നേ,
ആഫ്റ്റർ എന്ന് പറഞ്ഞാൽ അതിന് ശേഷം അല്ലെങ്കിൽ അത് കഴിഞ്ഞ്. ബിറ്റ്വീൻ എന്ന് പറഞ്ഞാലോ ഇതിന് രണ്ടിനും ഇടയ്ക്ക്. ഓക്കെ, ബിഫോർ എന്ന് പറഞ്ഞാൽ മുന്നേ, ആഫ്റ്റർ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ്, ബിറ്റ്വീൻ എന്ന് പറഞ്ഞാൽ ഇതിനെ ഇടയ്ക്ക്. അപ്പോൾ നമുക്ക് ടീച്ചർ 1-2 എക്സാമ്പിൾസ് പറഞ്ഞു തരാം. ആദ്യം നമുക്ക് ടെക്സ്റ്റ് നോക്കാം. ദ ഡിയർ ഈസ് ബിഫോർ ദ ലയൺ. ഓക്കെ, നമ്മളെ ഡിയർ എന്ന് പറയുന്നത് ലയണിന് മുന്നെയാണ്. ദ ലയൺ ഈസ് ആഫ്റ്റർ ദി ഡിയർ. ലയൺ എവിടെയാണ്? ഡിയറിന് ശേഷം, ആഫ്റ്റർ ദി ഡിയർ. അടുത്ത നോക്കിയേ, ദ റാബിറ്റ് ഈസ് ബിഫോർ ദ ഡോഗ്. നോക്കിയേ, ഡോഗിന് ശേഷമാണ് റാബിറ്റ് എന്ന്, സോറി ഡോഗിന് മുന്നെയാണ് റാബിറ്റ് എന്ന് പറയുന്നത്. സോ റാബിറ്റ് ഈസ് ബിഫോർ ദ ഡോഗ്. ദ ഷീപ്പ് ഈസ് ആഫ്റ്റർ ദി ഡോഗ്. ഷീപ്പ് എന്ന് പറയുന്നത് ഡോഗ് കഴിഞ്ഞതിന് ശേഷമാണ്. ദ ഡോഗ് ഈസ് ബിറ്റ്വീൻ റാബിറ്റ് ആൻഡ് ഷീപ്പ്. ഈ ഡോഗ് എവിടെയാണ് നിൽക്കുന്നത്? റാബിറ്റിനും ഷീപ്പിനും നടുവിലായിട്ടാണ്, അല്ലേ, ഇടയ്ക്കായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ടീച്ചർ ഇനി ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ബിഫോറും ആഫ്റ്ററും എന്താണ്? നിങ്ങൾ ഫുഡ് കഴിക്കുന്നതിന് മുന്നേ, അല്ലേ, നമ്മൾ ഫുഡ് കഴിക്കുന്നതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യും? നന്നായിട്ട് സോപ്പിട്ട് കൈ വാഷ് ചെയ്യും. അപ്പോൾ ആ മുന്നേ എന്ന് പറയുന്നത് ബിഫോർ. അപ്പോൾ ഫുഡ് കഴിക്കുന്നതിന് മുന്നേ എന്താണ്? ബിഫോർ. ഫുഡ് കഴിച്ചതിന് ശേഷം ആഫ്റ്റർ. മനസ്സിലായോ? അപ്പോൾ ബിഫോർ എന്ന് പറഞ്ഞാൽ മുന്നേ, ആഫ്റ്റർ എന്ന് പറഞ്ഞാൽ ശേഷം. ബിറ്റ്വീൻ എന്ന് പറഞ്ഞാൽ എന്താ? ഇതിന് രണ്ടിനും ഇടയ്ക്ക്. അപ്പോൾ ഇനി മറക്കുമോ ബിഫോറും ആഫ്റ്ററും? ബിഫോർ എന്ന് പറഞ്ഞാൽ മുന്നേ, ആഫ്റ്റർ എന്ന് പറഞ്ഞാൽ ശേഷം, ബിറ്റ്വീൻ എന്ന് പറഞ്ഞാൽ ഇടയ്ക്ക്. ഇനി ഡൗട്ട് ഉണ്ടോ? ആർക്കും ഡൗട്ടില്ലല്ലോ. ഇനി അടുത്ത് നോക്കിയേ, സർക്കിൾ ദ ഒബ്ജെക്റ്റ് ദാറ്റ് കംസ് ബിഫോർ. ഏതാണ് ഇതിൽ ബിഫോർ വരുന്നത്? അതായത് ആദ്യം ഈ ലോട്ടസ് ഫ്ലവറായിട്ടാണോ വരുന്നത്, അതോ ബഡാണോ വരുന്നത്? ഓഫ് കോഴ്സ് ബഡാണ്, അല്ലേ. ബഡ് എന്ന് പറഞ്ഞാൽ എന്താ? മൊട്ട് വന്നിട്ടാണ് കുറച്ച് ദിവസം കഴിയുമ്പോൾ ഇങ്ങനെ വിരിഞ്ഞ് ഫ്ലവറായിട്ട് മാറുന്നത്. അപ്പോൾ ഇറ്റ്സ് എ ആൻസർ. സർക്കിൾ ദ ഒബ്ജെക്റ്റ് ദാറ്റ് കംസ് ആഫ്റ്റർ. ഇതിലേതാണ് ആഫ്റ്റർ? അതായത് ബട്ടർഫ്ലൈ ആണോ ആദ്യം, ഈ കാറ്റർപില്ലർ ആണോ, ഈ പുഴുവാണോ ആദ്യം വരുന്നത്? ഏതാദ്യം വരുന്നത്? കാറ്റർപില്ലർ ആദ്യമാണ്, പിന്നെയാണ് ഈ ബട്ടർഫ്ലൈ വരുന്നത്. നിങ്ങൾക്ക് അറിയാവോ അത്? നമ്മളെ ഒരു പുഴുവിൽ നിന്നാണ്, ഒരു കാറ്റർപില്ലറിൽ നിന്നാണ് നമ്മൾ ഇത്ര സുന്ദരമായ ഈ ബട്ടർഫ്ലൈ ഉണ്ടാകുന്നത്. അപ്പോൾ ആഫ്റ്റർ ഏതാണ് വരുന്നത്? ബട്ടർഫ്ലൈ. കളർ ദ ഫ്ലവർ ബിറ്റ്വീൻ ദ ലീവ്സ്. ലീവ്സിന് മുന്നേ ഉള്ള ഫ്ലവർ എന്ത് ചെയ്യാനാണ്? കളർ ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ, ഇനി നോക്കിയേ, ഇനി കുഞ്ഞു ആക്ടിവിറ്റീസാണ്. ഇത് നിങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. ഒരു നമ്പർ ഡാഷ് കംസ് ബിഫോർ 6. സോ 1 to 20 വരെയാണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ളത്. നമുക്ക് 50 വരെ പഠിച്ചിട്ടുണ്ടല്ലേ. സോ ഡാഷ് കംസ് ബിഫോർ 6. ബിഫോർ 6 എന്ന് പറഞ്ഞാൽ എന്താ? 6ന് മുന്നേ. 6ന് മുന്നേ ഏതാ? 1 2 3 4 5 5 6. സോ വിച്ച് ഈസ് ദ ആൻസർ? 5. അപ്പോൾ ബിഫോർ എന്ന് പറഞ്ഞാൽ മുന്നേ ആണെന്ന് ടീച്ചർ പറഞ്ഞല്ലോ. അപ്പം 6ന് മുന്നേ ഏതാ? 5. ആഫ്റ്റർ 5 6. So 5. Comes before 12. Comes before 12. What is that? 11. Comes before 16. 15. Comes before 18. 17. അപ്പോൾ അതിന് തൊട്ട് മുന്നേ ഉള്ള നമ്പറാണ് നമ്മൾ എഴുതേണ്ടത്. Comes before 20. What is that? 19. ഇനി നോക്കിയേ, 7 comes after. 7 കഴിഞ്ഞിട്ട് ഏതാ? 8. 13 comes after 14. 14 comes after 15. 19 comes after 20. 17 comes after 18. അല്ലേ, ഈസിയാ അല്ലേ? അയ്യോ ഇത്ര ഈസി ആണോ? സിമ്പിളാ അല്ലേ? അപ്പോൾ ഇനി അടുത്ത് നോക്കിയേ, ഇനി ബിറ്റ്വീനാണ് നമ്മൾ പഠിച്ചത്. ബിറ്റ്വീൻ എന്ന് പറഞ്ഞാൽ എന്താ? രണ്ട് നമ്പേഴ്സിൻ്റെ ഇടയ്ക്ക് വരുന്ന നമ്പർ. നോക്കിയേ, ഡാഷ് കംസ് ബിറ്റ്വീൻ 3 and 5. 3ക്കും 5നും ഇടയ്ക്ക് വരുന്ന നമ്പർ ഏതാ? 3 4 5. So the answer is 4. Comes before 8 and 10. Which is that? 8 9 10. Comes before 12 and 14. Which is that? 13. Comes before 15 and 17. 16. Comes before 18 and 20. 19. So that's all. Thank you. Hi students. EVS last class
we learn the myself. I think all of you understand that. So today I am going to teach the clothes we wear. So all of you take the EVS companion. Okay, EVS companion the text ആണ് page number 12. Clothes we wear. അല്ലേ, നമ്മളെല്ലാവരും എന്താ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്ലോത്ത്സ് വെയർ ചെയ്യും ഇല്ലേ? എല്ലാവരും നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ക്ലോത്ത്സ് ആണ് വെയർ ചെയ്യുന്നത്. ടീച്ചർ ഇത്രയും ദിവസം ചുരിദാറായിരുന്നു, ഇന്നെന്താ ടീച്ചർ സാരിയാണ് അല്ലേ? അപ്പോൾ അതുപോലെ നിങ്ങളെല്ലാവരും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്ലോത്ത്സ് ആണ് വെയർ ചെയ്യുന്നത്. അപ്പോൾ നോക്കാം നമുക്ക് ഏതൊക്കെയാണ്. നോക്കിയേ, ഇറ്റ്സ് എ ബോയ് അല്ലേ, നമ്മുടെ ജോജിയെ പോലെ അല്ലേ? നോക്കിയേ, നമ്മൾ ജോജിയെ പോലെ നിൽക്കുന്നൊരു ബോയ് അല്ലേ? ഈ ബോയിയുടെ നോക്കിയേ, നെയിം ദ ക്ലോത്ത്സ് ബോയ് വെയർ. ഈ കുട്ടി എന്താ വെയർ ചെയ്യുന്ന ഡ്രസ്സസ് ആണ്. ഏതൊക്കെയാണെന്ന് നോക്കി, ടീഷർട്ട്, പാൻറ്, കോട്ട്, ജീൻസ്, ബനിയൻ, ഷർട്ട്, ട്രൗസർ ആൻഡ് സോക്സ്. ഇതൊക്കെയാണ് ഈ ആൺകുട്ടി വെയർ ചെയ്യുന്നത്. അപ്പം ഈ ബോയ്സ് കോമൺ ആയിട്ട് വെയർ ചെയ്യുന്ന ഡ്രസ്സസ് ആണ് ഇതൊക്കെ. ഇനി നോക്കിയാൽ ലേഡീസ്, അയ്യോ നമ്മുടെ ജുവാനെ പോലെ ഒരു കുട്ടി അല്ലെങ്കിൽ നമ്മളെ ഗൗരിയെ പോലെ ഇരിക്കുന്ന അല്ലേ, മുടിയൊക്കെ കെട്ടി നോക്കിയേ അല്ലേ, നമ്മുടെ ഗൗരിയെ പോലെയുണ്ട്. നമ്മുടെ ഇപ്പോൾ ഈ കുട്ടി എന്തോ ഇട്ടേക്കുന്നതെന്ന് നോക്കിയേ. ഈ കുട്ടിയുടെ ഡ്രസ്സസ്, നെയിം ദ ക്ലോത്ത്സ് ഗേൾ വെയർ. ഏതാണ്? ബനിയൻ, ടോപ്പ്, ദെൻ പാൻസ്, സ്കേർട്ട്, ചുരിദാർ, ട്രൗസർ ആൻഡ് സോക്സ്. ഇതാണ് ഗേൾസ് കോമൺ ആയിട്ട് വെയർ ചെയ്യുന്നത്. നമുക്ക് നിങ്ങൾ യൂസ് ചെയ്യുന്ന ഡ്രസ്സസ് ആയതുകൊണ്ട് നിങ്ങൾക്ക് ഇത് ഫെമിലിയർ ആണ് അല്ലേ? സോ നെക്സ്റ്റ് പേജ് നോക്കിയോ, ഫുഡ്, മിൽക്ക് പ്രോഡക്ട്സ്. ഇപ്പോൾ ഫുഡിൽ നമ്മൾ ആദ്യം പഠിക്കുന്നത് മിൽക്ക് പ്രോഡക്ട്സ് ആണ്. അതായത് നമുക്ക് മിൽക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? പശുവിൽ നിന്നല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? പശുവിൽ നിന്ന് മിൽക്ക് കളക്ട് ചെയ്തിട്ട് ഈ മിൽക്ക് ഉപയോഗിച്ച് ഡിഫറെൻറ്റ് മിൽക്ക് പ്രോഡക്ട്സ് നമ്മൾ ഉണ്ടാക്കും. മിൽക്ക് എന്ന് പറയുന്നത് പ്രോട്ടീനാണ്. അതുപോലെ തന്നെയാണ് മിൽക്ക് പ്രോഡക്ട്സും നമ്മുടെ ബോഡിയിൽ പ്രോട്ടീനാണ്. നിങ്ങൾ കുഞ്ഞു കുട്ടികളല്ലേ, നിങ്ങൾ രാവിലെയും രാത്രിയൊക്കെ പാല് കുടിക്കണം, മിൽക്ക് ഉപയോഗിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ മിൽക്ക് പ്രോഡക്ട്സ് ഏതൊക്കെയാണെന്ന് നോക്കിയാലോ. നോക്കിയേ, സർക്കിൾ ദ തിങ്സ് ദാറ്റ് യു ലൈക്ക് മെയ്ഡ് ഫ്രം മിൽക്ക്. ഇത് ഒത്തിരി മിൽക്ക് കൊണ്ടുള്ള ഒത്തിരി പ്രോഡക്ട്സ് ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ നിങ്ങൾക്ക് ഏതാ ഇഷ്ടം എന്നാണ് നിങ്ങൾ എഴുതേണ്ടത്. നോക്കിയോ, ബട്ടർ, ചീസ്, മിൽക്ക് ഷേക്ക്, കേർഡ്, സ്വീറ്റ്. അപ്പോൾ ഏതൊക്കെയാണ്? ബട്ടർ അല്ലേ, മിൽക്ക് കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു പ്രോഡക്റ്റാണ് ബട്ടർ, ചീസ്, ദെൻ മിൽക്ക് ഷേക്ക്, കേർഡ്, സ്വീറ്റ്. ഇതെല്ലാം എന്താണ്? മിൽക്ക് പ്രോഡക്ട്സ് ആണ്. അപ്പം ഇതിൽ നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടം എന്നുള്ളത് നിങ്ങൾ സർക്കിൾ ചെയ്യണം. ഓക്കെ, ഇനി നോക്കിയേ അടുത്തത്. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ആക്ടിവിറ്റീസും നിങ്ങൾ എഴുതാനുള്ള കാര്യവും ടീച്ചർ അല്ലാതെ നിങ്ങൾക്ക് അയച്ചു തരും കേട്ടോ. ടിക്ക് ദ ഹെൽത്തി ഫുഡ് ക്രോസ് ദ ഫുഡ് യു ക്യാൻ ഈറ്റ് ഒക്കേഷൻലി. അതായത് നമ്മുടെ ബോഡിക്ക് അല്ലേ, നമ്മുടെ ബോഡി നമ്മൾ എണീറ്റ് നടക്കുന്ന നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ബോഡിക്ക് നമ്മൾ എന്തോ വേണം? അല്ല, ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് വേണം കഴിക്കാൻ. എല്ലാവരും അങ്ങനെയല്ലേ കഴിക്കുന്നത്? ഹെൽത്തി ഫുഡ് കഴിച്ചാലേ നമുക്ക് നല്ല ഹെൽത്ത് ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ഈ ഹെൽത്തി ഫുഡ് ഏതൊക്കെയാണ്? പിന്നെ അത് കൂടാതെ ജങ്ക് ഫുഡ് എന്ന് പറയുന്നത് നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. എന്നാലും ഒക്കേഷൻലി യൂസ് ചെയ്യേണ്ട, അതാണ് നിങ്ങളുടെ ടെക്സ്റ്റ് കൊടുത്തിരിക്കുന്നത്. ഒക്കേഷൻലി നിങ്ങൾക്ക് യൂസ് ചെയ്യേണ്ട ഫുഡ് ഏതൊക്കെയാണ്? ചപ്പാത്തി ആൻഡ് ദാൽ, റൈസ് ആൻഡ് വെജിറ്റബിൾസ്, ഐസ്ക്രീം, ഫ്രൂട്ട്സ്, സാലഡ്, എഗ്സ്, ബർഗർ, കോള, മിൽക്ക്, വെജിറ്റബിൾസ്, പൊട്ടറ്റോ ചിപ്സ്, ബ്രെഡ്, കേക്ക്, ജ്യൂസ്, ചോക്ലേറ്റ്. ഇതിൽ ഹെൽത്തി ഫുഡ് ഏതൊക്കെയാണ്? ചപ്പാത്തി ആൻഡ് ദാൽ ഹെൽത്തിയാണ്, റൈസ് ആൻഡ് വെജിറ്റബിൾസ് ഹെൽത്തിയാണ്, ഫ്രൂട്ട്സ്, സാലഡ്, എഗ്, മിൽക്ക്, വെജിറ്റബിൾസ്, ദെൻ ദാറ്റ്സ് ഓൾ. ബാക്കിയുള്ള ഫുഡെല്ലാം നമ്മൾ ഒക്കേഷനിൽ കഴിക്കാനേ പാടുള്ളൂ. ഏതൊക്കെയാണ്? ഐസ്ക്രീം, ബർഗർ, കോള, പൊട്ടറ്റോ ചിപ്സ്, ബ്രെഡ്, കേക്ക്, ജ്യൂസ്, ചോക്ലേറ്റ്. ഈ ജ്യൂസിൽ ഫ്രഷ് ജ്യൂസ് നമ്മൾ ഡയറക്റ്റായിട്ട് എന്താണ് ഫ്രൂട്ട്സിൽ നിന്ന് ഡയറക്റ്റായിട്ട് എടുക്കുന്ന ഫ്രഷ് ജ്യൂസ് ആണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. അല്ലാതെ നമ്മൾ എന്താണ് ഈ പൗഡർ ആയിട്ടുള്ള അത് കലക്കി കുടിക്കുന്നത് അത്ര ഹെൽത്തി അല്ല. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഹെൽത്തി
ഫുഡ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഏതാണ് ഇതിൽ ഏതൊക്കെയാണ് ഹെൽത്തി ഫുഡെന്നും ഏതൊക്കെയാണ് ഒക്കേഷൻലി. ടീച്ചർ ഒരിക്കലും ഒക്കേഷൻലി എന്ന് പറയത്തില്ല. ഞാൻ ടീച്ചറിൻ്റെ അഭിപ്രായത്തിൽ മസ്റ്റായിട്ടും അവോയ്ഡ് ചെയ്യണം എന്നേ പറയത്തുള്ളൂ. ഉള്ള ഫുഡ് ഏതൊക്കെയാണെന്ന് ടിക്ക് ചെയ്യണം. ഓക്കെ, ദാറ്റ്സ് ഓൾ. താങ്ക് യു. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മലയാളമല്ലേ പഠിച്ചത്. അപ്പോൾ ഇന്ന് ടീച്ചർ ഹിന്ദിയാണ് പഠിപ്പിക്കുന്നത്. നോക്കാം. ആ ആ പഠിച്ചു, ഓർമ്മയുണ്ടോ? ആ ആ ആ ആ. ഇന്ന് ഈ ആണ്. ഈ എങ്ങനെ എഴുതുന്നു നോക്കാം. ആദ്യം ടീച്ചർ ഇതിൽ എഴുതാവേ. ഈ എങ്ങനെയാണ് ഈ എഴുതുന്നത്? ഈ നമ്മൾ എസ് എഴുതത്തില്ലേ, അതുപോലെ എഴുതി ഇങ്ങനെ ഈ. ഓക്കെ, ഈ നോക്കിയോളൂ. ഈ അത് കഴിഞ്ഞിട്ട് ഈ ഈ എങ്ങനെയാണ് ഈ? ഇത് നേരത്തെ നമ്മൾ ഈ എഴുതിയതുപോലെ എഴുതിയിട്ട് മുകളിൽ ഇങ്ങനെ ഈ. അപ്പോൾ എങ്ങനെ എഴുതും? നിങ്ങളുടെ നോട്ട്ബുക്കിൽ നിങ്ങൾ ഇങ്ങനെ എഴുതണം. മുകളിൽ വരയിടാൻ മറക്കല്ലേ. ഈ ഉ. അപ്പോൾ ഉ എങ്ങനെ എഴുതുന്നത്? നമ്മൾ 3 എഴുതുന്ന പോലെയാണ് ഉ എഴുതുന്നത്. ഇതാ കണ്ടോ, 3 എഴുതുന്ന പോലെ. അതിൻ്റെ മുകളിൽ വര എഴുതാൻ മതി. എങ്ങനെയാണ് ഉ എഴുതുന്നത്? ഉ കണ്ടോ, എങ്ങനെയാണ് ഉ? ദേ ഉ. ഓക്കെ ആണല്ലോ. ഇനി ഉ എങ്ങനെയാന്ന് നോക്കിയേ. ഈ 3 ഇതുപോലെ ഉ എഴുതിയിട്ട് അകത്തുനിന്ന് ഇങ്ങനെ ഊ. എങ്ങനെയാണ് ഊ? 3 ഇങ്ങനെ എഴുതി, അതായത് ഊ എഴുതിയിട്ട് അകത്തുനിന്ന് ഇങ്ങനെ ഊ ഊ. ഓക്കെ, അപ്പം എങ്ങനെ എഴുതുന്ന ഹിന്ദിയിൽ? ഈ ആ ആ ഈ ഈ ഉ ഊ. 1 2 3 4 5 6 ലെറ്റേഴ്സാണ് പഠിച്ചത്. അപ്പോൾ ഇത് ഇത്രയും നോട്ട്ബുക്കിൽ എഴുതി ടീച്ചറിന് അയച്ചു തരണം കേട്ടോ. താങ്ക് യു.